അലീന വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട്. 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി വീട്ടിൽ പോയാലും അച്ഛൻ പറയുന്നതനുസരിച്ച് ജീവിക്കണം, മക്കൾ പറയുന്നത് കേൾക്കണം, അച്ഛൻ്റെ വാക്കിന് വലിയ വില കൊടുക്കണം, അല്ലെങ്കിൽ ആ കുടുംബം തകർന്നു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് വൈജയന്തി ആകെ വിഷമിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശിയുടെ അടുത്തേക്കാണ് അലീന പോകുന്നത്. മുത്തശ്ശി മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഇടയ്ക്ക് വെറുക്കുകയൊക്കെ ചെയ്തു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി കരയൊന്നും വേണ്ട, നമ്മൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഈ മാപ്പ് പറച്ചിലിൻ്റെയൊക്കെ ആവശ്യം എന്ന് പറയുന്നുണ്ട്. വൈജയന്തി എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മേഡം ഒന്നും പറഞ്ഞില്ല, പോണ കാര്യം പറഞ്ഞപ്പോൾ നന്നായി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ നിന്നെ ശപിച്ചു കാണും, എനിക്കറിയാം അവളുടെ സ്വഭാവം, ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞു കാണുമല്ലേ. നീ അവിടെ ഇരുന്ന് അവളൊന്ന് നിന്നെ അംഗീകരിച്ചിരുന്നെങ്കിൽ ആ കുടുംബം എത്ര സന്തോഷത്തോടു കൂടി പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്. ഗംഗാധരനും ശിവനും അലീനയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ നീ ആരാണെന്ന് അറിയാതെ ഒരുപാട് നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന 23 വർഷങ്ങൾക്ക് മുമ്പ് ഓർഫനേജിൽ കൊണ്ടിട്ടില്ലേ, അതിനേക്കാൾ വലുതൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ അങ്കളെ, അതുകൊണ്ട് എന്നോട് മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ മേഡത്തിനൊരു വാണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇനി അങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് വിചാരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഇതിനേക്കാളും ഞങ്ങൾ അവളെ ഉപദേശിച്ചു കഴിഞ്ഞാണ്, എന്നിട്ടും അവൾ നേരായില്ല, വെറുതെ നമ്മളിങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയണം. ശിവൻ മനുവിൻ്റെ അടുത്ത് കടപ്പാട്ടൂര് കൊണ്ട് ആക്കാൻ പറയുന്നുണ്ട് അലീനനെ. അലീനയും തിരിച്ച് ഗംഗാധരൻ്റെ അടുത്തും ശിവൻ്റെ അടുത്തും മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, എന്താവശ്യത്തിനും എന്നെ വിളിക്കാൻ ഒറ്റയ്ക്കാനുള്ള തോന്നൽ വേണ്ട അലീനയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട്. മനു കാറിൽ പോകുമ്പോൾ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആൻറ്റിയുടെ അടുത്ത് എന്താണ് പറഞ്ഞത്, അത്രയും വലിയ എന്ത് കാര്യമാണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയൊരു വാണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ഒതുങ്ങിക്കോളും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നിന്നെ വിളിച്ച് എപ്പോഴെങ്കിലും ചോദിച്ചാൽ നീ എന്തുദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നീ എന്ത് പറയുക അലീന എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് കുട്ടിയുടെ കൂട്ടുകാരിയാണ് എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും മനുവേട്ടാ, അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ഇനിയും അവിടെ പോയിട്ട് ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നങ്ങളാവുമല്ലോ. അച്ഛൻ ഇപ്പോൾ ഒതുങ്ങി പോകുന്നുണ്ട്, ഇനിയും അച്ഛനെ ദേഷ്യം പിടിപ്പിച്ചാൽ ചിലപ്പോൾ എപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട് മനുവിൻ്റെ അടുത്ത്. മനു അലീനൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ മറക്കോ അവിടെ പോയി കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും മറക്കില്ല, എൻ്റെ മനസ്സിലുള്ള സ്ഥാനം മനുവേട്ടൻ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണ്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും എന്നെ ഇവിടം വരെ എത്തിച്ചതും മനുവേട്ടനാണ്. എന്നെ ഇതുവരെ സംരക്ഷിച്ചില്ലേ, അപ്പോൾ ഇനിയും എന്നെ അങ്ങോട്ട് മനുവേട്ടൻ സംരക്ഷിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്, മരണം വരെ മനുവേട്ടൻ്റെ സംരക്ഷണം എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മനുവിൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്. മനു അലീനയ്ക്ക് കയ്യിൽ പിടിച്ച് വാക്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.